ശരീരത്തെ കഴുകി ശുദ്ധിയാക്കി തരുന്ന ഭക്ഷണ സാധനങ്ങളുണ്ട്. നിങ്ങൾ പച്ചവെള്ളം നന്നായി കുടിച്ചു, ശരീരത്തെ കഴുകി ശുദ്ധിയാക്കി പച്ചവെള്ളം ഒരു 5 ദിവസം ഉപവസിക്കാവോ? അത്ഭുതകരമായ മാറ്റമാണ് നിങ്ങളുടെ ശരീരത്തിന്. 3 ദിവസം ഉപവസിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി പുനർജനിക്കുമെന്നാണ് പറയുന്നത്. മൊത്തം റീജുവനേറ്റ് ചെയ്യും 3 ദിവസത്തെ ഉപവാസം. വിശ്രമത്തി ചെയ്യണം, ഓടി നടന്ന് 1 ദിവസത്തേക്കുള്ളിൽ ഉപവസിക്കരുത്. 5 ദിവസത്തെ ഉപവാസമാണെങ്കിൽ അസാമാന്യമായ ശുദ്ധിയാണ് ശരീരത്തിൽ ഉണ്ടാവില്ല. 3ാമത്തെ ദിവസം തുടങ്ങി ഞങ്ങളുടെ ഈ ആഗസ്റ്റ് ഉപവാസം നടക്കുമ്പോൾ പലരും ഛർദ്ദിക്കും. വെള്ളം തൊണ്ട പൊട്ടുന്ന രീതിയിലുള്ള ആസിഡുകൾ നാളത്തെ ക്യാൻസർ ആകാനിരിക്കുന്ന സാധനങ്ങളാണ്. അതെല്ലാം ഛർദ്ദിച്ചു പോകും. അതുകൊണ്ട് ആഗസ്റ്റിൽ ഞങ്ങളോടൊപ്പം വന്ന് ഉപവസിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. 7 ദിവസത്തെ ഉപവാസമാണെങ്കിലോ 7ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപവാസക്കാരൊക്കെ പറയുകയാണ്, സാറേ നല്ല ഊർജമുണ്ട് സാറേ. എടോ താൻ വല്ലയിടത്ത് കട്ടു നിന്നോ? ഇല്ല സാറേ, ഞാൻ പച്ചവെള്ളമല്ലേ കുടിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണോ എനിക്ക് ഊർജം? അത് സാറേ അറിഞ്ഞൂടാ, ഇപ്പൊ നല്ല ഉന്മേഷമുണ്ട്. 18 ദിവസം ഉപവസിച്ച യിങ് എന്ന് പറഞ്ഞ തായ്ലാൻഡ് പേഷ്യന്റ്, അവർക്ക് ക്യാൻസർ ആയിരുന്നു. 2 മാസം കൊണ്ട് മരിക്കുമെന്ന് ഡോക്ടർ സത്യസന്ധമായി ആ കുട്ടികളെ അറിയിച്ചിട്ട് ആ കുട്ടി ചെയ്തത് എന്താ വെച്ചാൽ 2 മാസം കൊണ്ടായാലും ഞാൻ മരിക്കും, അതിനുള്ളിൽ എനിക്ക് ചെയ്യാനുള്ളത് പരമാവധി ചെയ്തു തീർക്കാൻ രാത്രിയും പകലില്ലാണ്ട് എഴുത്തും ഒക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ ക്യാമ്പ് തായ്ലാൻഡിലെ ഒരു ആശ്രമത്തിൽ വെച്ച് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അതിൽ വന്ന് ചേർന്നത്. ഉപവാസം വേണം, നീണ്ടു നിൽക്കുന്ന ഉപവാസം വേണ്ടി വരും. ആകെ ക്യാമ്പ് 15 ദിവസം. പിന്നെ തായ്ലാൻഡിലെ കുറച്ച് ഭാഗങ്ങളിൽ ക്ലാസ് സെമിനാറൊക്കെ ആയിട്ട് സന്ദർശനം. അത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ക്യാമ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, ആശ്രമം നോക്കിക്കോളാം ഈ ക്യാമ്പ് കഴിഞ്ഞാലുള്ള ദിവസങ്ങൾ, പിന്നെ ഡോക്ടർ തിരിച്ചു വരുമ്പോൾ അടുത്ത ക്യാമ്പിൽ കൂടെ കൂടാമല്ലോ. അങ്ങനെ യിങ് മരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്നിരുന്ന യിങ് പ്രകൃതി രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഉപവാസം കൊണ്ട് അവൾ അങ്ങനെ അവശതയായി. 5-8 ദിവസം കഴിഞ്ഞപ്പോൾ, ദിവസവും രാവിലെയും വൈകിട്ട് എനിമ എടുക്കണം. 5-8 ദിവസം കഴിഞ്ഞപ്പോൾ യിങ് പറഞ്ഞു, 7 ദിവസം കഴിഞ്ഞ് ഊർജം വന്നിട്ടില്ല കേട്ടോ. എന്തിനാ സാറേ ഞാൻ ഈ എനിമ എടുക്കണത്? എനിക്കൊന്നും നിങ്ങൾ തിന്നാൻ തന്നെ ഇല്ലല്ലോ, എൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം മാത്രമേ പോകുന്നുള്ളൂ. അതായിക്കോട്ടെ, ഇനി വെള്ളം പോയില്ലെങ്കിലും നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. അതിന് 2ാമത്തെ ക്യാമ്പ് ഞങ്ങൾ വന്ന് തുടങ്ങി. 1 ദിവസം അപ്പോൾ എങ്ങനെ ഉപവാസം, ആദ്യം 8 ദിവസം കൊണ്ട് ഉപവാസം കൊടുത്തിരുന്നില്ല. ഭക്ഷണം പതുക്കെ പഴങ്ങളൊക്കെ കഴിച്ച് ശരീരം ശീലിച്ചു വന്നിട്ടാണ് നമ്മൾ ഉപവാസത്തിലേക്ക് കൊണ്ടുപോവുക. ഉപവാസത്തിന്റെ 18ാം ദിവസം 2 പേര് കൂടെ താങ്ങി പിടിച്ചാണ് ഇങ്ങനെ മുറിയിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകണം. പുറത്താണ് ടോയ്ലറ്റ്. അങ്ങനെ അവിടെ ആക്കിയിട്ട് അവർ പുറത്ത് നിൽക്കുമ്പോൾ ഒരലർച്ച കേട്ട് പുറത്തുള്ള ഞങ്ങളെല്ലാം കൂടെ ഓടി ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങ് ചാടി പുറത്തേക്ക് വരിക. സാറേ, എൻ്റെ വയറ്റിൽ നിന്ന് ഒരു കുടം കറുത്ത് ദുഷിച്ചതങ്ങ് പുറത്തേക്ക് നാറിയിട്ട് എനിക്ക് തല കറങ്ങുന്ന, അതാണ് എൻ്റെ വയറ്റിൽ നിന്ന്. എവിടെ നിന്നാണ് സാറേ? ഞാൻ 18 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഇതുവരെ എനിവ എടുത്തിട്ട് വെള്ളം മാത്രമേ പോയിരുന്നത്, എവിടെ നിന്നാണ് ഇത് പോയെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ഇനിയോ പറഞ്ഞ്, എനിക്ക് നല്ല എനർജി ഉണ്ട് ഡോക്ടറെ, എനിക്കിവിടെ മുഴുവനൊന്ന് ഓടാൻ തോന്നുകയാണ്. സാഹസമൊന്നും വേണ്ട, പോയി കിടന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ പറയാണ്ട് മുറിക്കകത്തുനിന്ന് ഇറങ്ങാൻ പാടില്ല, കാരണം അങ്ങനെ ഓടുന്ന ഒരു സാധനമായി കൂട്ടി, അങ്ങനെ ഒരു കുതിരയാ. അങ്ങനെ ഇന്ന് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ ഡിസ്ചാർജ്, ബ്ലാക്കിഷ് ഡിസ്ചാർജ് 10-22 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പല ക്യാൻസർ രോഗികൾക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പല ക്യാൻസർ രോഗികളും അതിനുശേഷം രക്ഷപ്പെട്ടവരായിട്ടുണ്ട്.